ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ യുഎസുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിലും അതീവ മാരകമായ ആക്രമണമാണ് ഇനി നടക്കാൻ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ തങ്ങൾ പുറപ്പെടുന്നത്, അതിനായി തന്നെ തയ്യാറെടുക്കുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കി ഇറാനിയൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയായ അലി ലാരിജാനി രംഗത്ത് വന്നിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ തന്നെ അമേരിക്കയുമായി ചർച്ചയിൽ എത്താൻ തങ്ങൾ ഇല്ല എന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. ഖമേനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ യുഎസുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ താൻ വീണ്ടും ശ്രമിച്ചുവെന്ന യുഎസ് മാധ്യമങ്ങളുടെ അവകാശവാദങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം ഇവിടെ നടത്തിയിരിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തമായ പ്രതീക്ഷകൾ മേഖലയെ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എന്നും അമേരിക്കൻ സൈനികരുടെ കൂടുതൽ ജീവഹാനിയെക്കുറിച്ച് ട്രംപ് ഇപ്പോൾ ആശങ്കാകുലനായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അമേരിക്ക ആദ്യം എന്ന സ്വയം നിർമ്മിച്ച മുദ്രാവാക്യത്തെ ട്രംപ് ഇസ്രായേൽ ആദ്യം അകറ്റി മാറ്റി. ഇസ്രായേലിന്റെ അധികാര കൊതിയായി തന്നെ അമേരിക്കൻ സൈനികരെ ബലിയർപ്പിക്കുകയും ചെയ്യുകയാണ് എന്നതാണ് ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സമാധാന ചർച്ചയ്ക്കായി ഇറാൻ തന്നെ സമീപിച്ചുവെന്ന ട്രംപിന്റെ വാദത്തെയാണ് ഔദ്യോഗികമായി തന്നെ ഇറാൻ തള്ളിയിരിക്കുന്നത്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നും പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ വധത്തിന് ആ ഒരു രീതിയിൽ, അതായത് പലിശ സഹിതം ഇത്തരമൊരു പ്രതികാരം തങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഇറാന്റെ സുരക്ഷാ മേധാവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തന്നെ സമീപിച്ചുവെന്നും എന്നാൽ ഒരാഴ്ച മുൻപേ തന്നെ ഈ നിലപാട് സ്വീകരിക്കണമായിരുന്നു എന്നതുമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാന്റെ സൈനിക ആസ്ഥാനവും 7 കപ്പലുകളും തകർത്തതായും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ഈ പ്രസ്താവനകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നും അമേരിക്കയുമായി സംസാരിക്കേണ്ട കാര്യമില്ല എന്നതാണ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ തിരിച്ചടിച്ചുകൊണ്ട് മറുപടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമായതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്ന യുഎസ് സൈന്യത്തിന്റെ ക്യാമ്പുകളിലേക്കാണ് ഇറാൻ വൻതോതിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇത്തരത്തിൽ നടന്ന ആക്രമണങ്ങളിലാണോ അല്ലെങ്കിൽ അബദ്ധത്തിൽ വെടിവെച്ചതാണോ എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ലാതെ തന്നെ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ വെച്ച് തകർന്നു വീണതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനിടയിൽ ഇറാനിയൻ സൈനിക ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള മാരകമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ ഇറാനിലെ തബ്രിസ് വിമാനത്താവളത്തിനാണ് ഇസ്രായേൽ ഏറ്റവും പുതുതായി തന്നെ ആക്രമണം നടത്തിയത്. ഇറാന്റെ 2 യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണത്തിൽ തകർന്നു വീണു. പറന്നുയരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 2 F-5, F-4 യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തതായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ ഇറാനിലെ മറ്റു വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിൽ 2 യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് അത് തകർന്നു വീഴുന്നത്. ഇറാനിയൻ വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ തകർക്കുന്നതിനും അവരുടെ വ്യോമ പ്രതിരോധത്തിന്റെ തകർച്ച കൂടുതൽ വിന്യസിപ്പിക്കുന്നതിനുമാണ് ആക്രമണം നടത്തിയത് എന്നതാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സിലൂടെ ഒരു പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.